കൊച്ചിയുടെ ഹൃദയഭാഗത്ത് MG യൂണിവേഴ്സിറ്റി അഫിലിയേഷനോട് പ്രവർത്തിക്കുന്ന മുണ്ടംവേലി MES കോളേജിൽ പുതിയ അധ്യയന വർഷത്തേക്കുള്ള UG ഓണേഴ്സ് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, BCom ലോജിസ്റ്റിക് മാനേജ്മെന്റ്, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ കോഴ്സുകളിലേക്ക് യാതൊരുവിധ ഡൊണേഷനും ഇല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ നേടാം. +2 മികച്ച മാർക്കുള്ളവർക്കും കലാകായിക രംഗങ്ങളിൽ മികവ് തെളിയിച്ചവർക്കും സ്കോളർഷിപ്പുകൾ ലഭ്യമാകുന്നതിനോടൊപ്പം വിദ്യാർത്ഥികളുടെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നതിനായി AI, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വെബ് ഡിസൈനിംഗ് തുടങ്ങിയ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകളും ഞങ്ങൾ നൽകുന്നു. പരിചയസമ്പന്നരായ അധ്യാപകർ, ഹൈ സ്പീഡ് വൈഫൈ ക്യാമ്പസ്, ആധുനിക ലാബുകൾ എന്നിങ്ങനെ മികച്ച സൗകര്യങ്ങൾക്ക് പുറമെ കരിയർ ഗൈഡൻസും തൊഴിലവസരങ്ങളും ഉറപ്പാക്കുന്ന സജീവമായ പ്ലേസ്മെന്റ് സെല്ലും കോളേജിന്റെ പ്രത്യേകതയാണ്. കൂടാതെ വിദ്യാർത്ഥികൾക്കായി മികച്ച ഹോസ്റ്റൽ സൗകര്യവും കൊച്ചിയുടെ പ്രധാന ഭാഗങ്ങളിലേക്ക് കോളേജ് ബസ്സും ഒരുക്കിയിട്ടുണ്ട്. മികച്ചൊരു ഭാവിക്കായി ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. MES കോളേജ്, കൊച്ചി, മുണ്ടംവേലി. 6 മാസം കൊണ്ട് നഷ്ടപ്പെട്ടു പോയ 50 ഫോണുകൾ വീണ്ടെടുത്ത് നൽകി തോപ്പുംപടി പോലീസ്. 6 മാസം കൊണ്ട് നഷ്ടപ്പെട്ടു പോയ 50 മൊബൈൽ ഫോണുകൾ വീണ്ടെടുത്ത് നൽകി തോപ്പുംപടി പോലീസ്. 2026 ജനുവരി മുതൽ 2026 ജൂൺ വരെ നഷ്ടപ്പെട്ട 50 മൊബൈൽ ഫോണുകളാണ് ഉടമകൾക്ക് വീണ്ടെടുത്ത് നൽകി തോപ്പുംപടി പോലീസ് മാതൃകയായത്. ഫോണുകൾ CEIR പോർട്ടലിന്റെ സഹായത്തോടെയാണ് റിക്കവറി നടത്തുന്നത്. ഫോണുകൾ നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുമോ, ഡാറ്റകൾ തിരിച്ചു കിട്ടുമോ എന്നുള്ള ആശങ്കകളുമായിട്ട് പരാതിയുമായി എത്തുന്നവർക്ക് ഇത് വലിയ ആശ്വാസമായി തീരുകയാണ്. മഹാരാഷ്ട്ര, ഹിമാചൽ പ്രദേശ്, തമിഴ്നാട്, അസം എന്നിവിടങ്ങളിൽ നിന്നും അവിടുത്തെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടും റിക്കവറി നടത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും ഫോണുകൾ റിക്കവറി നടത്തിയിട്ടുണ്ട്. തോപ്പുംപടി പോലീസ് ഇൻസ്പെക്ടർ അനന്തു രമേശ്, സൈബർ പോലീസ് ഉദ്യോഗസ്ഥൻ ജോസഫ് TJ, ഇൻസ്പെക്ടർ ആനന്ദ് KP എന്നിവരുടെ നേതൃത്വത്തിലാണ് നഷ്ടപ്പെട്ടു പോയ 50 മൊബൈൽ ഫോണുകൾ കണ്ടെത്തി നൽകിയത്. റിക്കവറി നടത്തുന്നതിനായി കൊച്ചി സിറ്റി പോലീസ് സൈബർ സെൽ, സൈബർ പോലീസ് സ്റ്റേഷൻ എന്നിവരുടെ സഹായം പൂർണ്ണമായി ലഭിച്ചതായും പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. 2026 ഈ വർഷം 2026 ജനുവരി മുതൽ ഇന്നലെ വരെ നമ്മൾ ഏകദേശം തോപ്പുംപടി പോലീസ് സ്റ്റേഷനിൽ മാത്രം ഏകദേശം 50ഓളം ഫോണുകൾ തന്നെ നഷ്ടപ്പെട്ട ഫോണുകൾ റിക്കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് നമ്മുടെ എന്താ പറയുക, പോലീസ് സ്റ്റേഷന്റെ ഒരു പൊതുവെ ഇങ്ങനെ ഫോൺ നഷ്ടപ്പെട്ടു വരുന്നവർക്ക് അത് കണ്ടെടുത്ത് കൊടുക്കുക എന്നുള്ളത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. അപ്പോൾ അതിലിപ്പോൾ നമ്മുടെ സ്റ്റേഷനിൽ അതിന്റെ ഏറ്റവും തുടക്കം തൊട്ട് അവസാനം വരെ ഇതെല്ലാം ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇവിടെ സൈബറിന്റെ പോലീസുകാരനായ ജോസഫാണ്. ഇവിടെ ജോസഫ് ഇതിനെ പറ്റി പറയുന്നതാണ് ബാക്കി ഇത് എങ്ങനെയാണ് കണ്ടെടുത്തതെന്നും കാര്യങ്ങളൊക്കെ. തോപ്പുംപടി പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ വരുന്നവർ കൂടുതലും മൊബൈൽ കൊണ്ട് വരുന്നവര് അവർക്ക് കിട്ടുമോ ഇല്ലെന്ന് യാതൊരു ഐഡിയ ഇല്ലാതെ ഇവിടെ വരുന്നത്. കാരണം അവർക്ക് കിട്ടുമോ, അവരുടെ ഡേറ്റകൾ നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഫോൺ കിട്ടുമോ, അവരങ്ങനെ വരുമ്പോൾ പാനിക്കായിട്ടാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. അപ്പോൾ നമ്മളത് നമ്മുടെ ഗവൺമെന്റ് സൈറ്റായ സിയർ പോർട്ടലിൽ നമ്മൾ യഥാസമയം അവരുടെ ഫോണിന്റെ ഡീറ്റെയിൽസ് വെച്ച് അത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അവരെ കൊണ്ട് അവർ ഡ്യൂപ്ലിക്കേറ്റ് സിം പഠിപ്പിക്കും. നമ്മൾ ആ ഫോണിന്റെ ഡീറ്റെയിൽസ് എല്ലാം സിയർ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഈ ഫോൺ വേറെ ആരെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സിം ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിലോ നമുക്ക് ആ ഒരു ഡീറ്റെയിൽസ് കിട്ടും. ആ ഡീറ്റെയിൽസ് ചിലപ്പോൾ ഒരു കടയാകാം, അല്ലെങ്കിൽ നമ്മുടെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആകാം, അല്ലെങ്കിൽ വേറെ ജില്ലകളിലാകാം. എവിടെയാണെങ്കിലും നമ്മൾ യഥാസമയം അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുക, അവിടുത്തെ പോലീസ് സ്റ്റേഷനായിട്ട് കോൺടാക്ട് ചെയ്ത് ആ കടയിൽ നിന്ന് ഡീറ്റെയിൽ എടുക്കുകയും ആ ഡീറ്റെയിൽസ് നോക്കിയിട്ട് അവിടെ ഫോണില്ല അല്ലെങ്കിൽ ഫോൺ കൊണ്ടുപോകുന്നതാണ് എന്ന് പറയുകയാണെങ്കിൽ ആ ഫോണിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ആ നമ്പറിന്റെ ചില സ്വിച്ച് ഓഫ് ആണെങ്കിൽ ആ നമ്പറിന്റെ ഓൾട്ടർനേറ്റ് എടുക്കാനും അല്ലെങ്കിൽ ആ നമ്പറിന്റെ CDR എടുക്കാനും അങ്ങനെ കൊച്ചി സിറ്റി പോലീസിന്റെ സൈബർ സെല്ല്, സൈബർ പോലീസ് ഡിവിഷൻ അവരുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഇത്രയും ഫോണുകൾ ഈ 2026 ജനുവരി മാസം മുതൽ ജൂൺ വരെ 50ഓളം ഫോണുകൾ നമുക്ക് റിക്കവർ ചെയ്ത് കൊടുക്കാൻ സാധിച്ചത്. നമ്മൾ മഹാരാഷ്ട്ര, അതേപോലെ തന്നെ ആസാം, ഹിമാചൽ പ്രദേശ്, തമിഴ്നാട് ഇവിടെ നിന്നൊക്കെ നമ്മൾ ഫോൺ റിക്കവർ ചെയ്തിരുന്നു. ഇതെല്ലാം ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ്. സിയർ പോർട്ടലിന്റെ സഹായത്തോടെയാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.